Hello guys, welcome back to my YouTube channel. If you're watching my channel for the very first time, I'm Princey. I'm working with Air India as a cabin crew. ഇന്നൊരു അമേസിങ് ഡേ ആണ്. ഒരുപാട് സന്തോഷവും കുറച്ച് സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് എൻ്റെ ബെസ്റ്റ് 2 ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു ഫ്ലൈറ്റ്. അതായിരുന്നു ഞാൻ പറഞ്ഞ ഒരു സന്തോഷ വാർത്ത. പിന്നെ പറയാനുള്ളത് കുറച്ച് സങ്കടം എന്ന് പറഞ്ഞത് എൻ്റെ സീനിയർ ക്രൂ, അതായത് എൻ്റെ സീനിയർ ക്യാബിൻ ക്രൂ, എൻ്റെ സൂപ്പർവൈസർ, അവരുടെ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. സോ അവരിനി ഏവിയേഷൻ ക്വിറ്റ് ചെയ്ത് വേറൊരു ഫീൽഡിലോട്ട് പോവുകയാണ്. സോ അതിൻ്റെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സർപ്രൈസസും ഫെയർവെല്ലും കൊടുക്കണമെന്ന് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ഡിസൈഡ് ചെയ്തിട്ട് എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് പ്രൊസീഡ് ചെയ്തത്. എനിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനും മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ദാറ്റ് ടുഡേ ഈസ് ഹെർ ലാസ്റ്റ് ഡേ എന്ന്. അപ്പോൾ നമുക്ക് ബെസ്റ്റസ്റ്റ് ഓഫ് ദ ബെസ്റ്റസ്റ്റ് ഫ്ലൈറ്റ് കൊടുക്കണമെന്നായിരുന്നു നമ്മളുടെ ഒരു പ്ലാൻ. പക്ഷേ അത്രയൊന്നും സാധിച്ചില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഹാപ്പിയാക്കി കളറാക്കിയിട്ടാണ് അവരെ വിട്ടത്. അവർക്ക് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട്, അവർക്ക് ഡോണറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഡോണറ്റ്സ് ഓർഡർ ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ കൈ കൊണ്ട് എഴുതിയ ഒരു ലെറ്ററും ഒരു ബൊക്കയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഫ്രണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ കുറച്ച് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ അവർക്ക് കേക്ക് ബേക്ക് ചെയ്തു. ജസ്റ്റ് വിത്ത് കുക്കീസ് ബട്ടർ അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ഒരു കേക്ക് ബേക്ക് ചെയ്തത്. സോ അമേസിങ് ടേസ്റ്റായിരുന്നു. ഇതൊക്കെ കണ്ട് അവരും നല്ല ഹാപ്പി ആയിരുന്നു, നമ്മളും ഫുൾ ഹാപ്പി ആയിരുന്നു. അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. നമ്മളെ കെട്ടിപ്പിടിച്ച് കുറേ സംസാരിച്ചു. അവർ ഏവിയേഷൻ ഫീൽഡിലോട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് 9 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ ഇന്ന് ലാസ്റ്റ് ടൈം ഡോർ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് നല്ല സങ്കടമായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞ് അവരെ ചിരിപ്പിച്ച് അങ്ങനെ കുറച്ച് സമാധാനിപ്പിച്ചിട്ടാണ് നമ്മൾ വിട്ടത്. ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല പോഷ് ലൈഫാണെന്ന്, അല്ലേ? ബട്ട് സത്യാവസ്ഥ അങ്ങനെയൊന്നുമല്ല. നമുക്കിതൊക്കെ മാത്രമേ ഉള്ളൂ സന്തോഷിക്കാൻ. വേറെ ഒരു ഫങ്ഷൻ ആയിക്കോട്ടെ, ഒരു പെരുന്നാളായിക്കോട്ടെ, ഒന്നിനും നമുക്ക് പോകാൻ പറ്റില്ല. ഒരു മാരേജും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഫാമിലി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, സാറ്റർഡേ സൺഡേസ് ലീവില്ല. അങ്ങനെ കുറേ ഡ്രോബാക്സ് ഉണ്ട് കേട്ടോ ഏവിയേഷൻ ഫീൽഡെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ ക്യാപ്റ്റൻസിനോട് നമ്മുടെ ഗാലിയിലോട്ട് വരാൻ പറഞ്ഞു. അവർക്കും അറിയണ്ടായിരുന്നില്ല ദാറ്റ് ടുഡേ ഈസ് ഹർ ലാസ്റ്റ് ഡേ. അവരും പറയാമായിരുന്നു, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് നീ പറഞ്ഞില്ലല്ലോ ദാറ്റ് ടുഡേ ഈസ് യുവർ ലാസ്റ്റ് ഡേ എന്ന്. അപ്പോൾ നമ്മളും കൂടി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തേന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റൻസും കുറേ പറയാമായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ഇതാണ് കേട്ടോ എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. സോ ഇത് നമ്മുടെ സെക്കൻഡ് സെക്ടറായിരുന്നു, ഡൽഹി ടു ബാംഗ്ലൂർ. നമ്മുടെ സർവീസസൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയം ഫ്രീ ആയിരുന്നു. അപ്പം നമ്മൾ തന്നെ ബോറടിക്കാണ്ടിരിക്കാൻ കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തതായിരുന്നു. നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ക്രൂ മീൽസ് അപ്ലിഫ്റ്റ് ആവും കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്റ്റൻസിനും വേറെ മീൽസ് അപ്ലിഫ്റ്റ് ആവും. ക്യാപ്റ്റൻസ് വീട്ടിൽ നിന്ന് മീൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മീൽസ് ആരും കഴിച്ചില്ല. അപ്പോൾ നമുക്ക് വേണ്ടി ബാക്കിലോട്ട് അവൾ കൊണ്ടുവന്നതാണ്. അവളിന്ന് വർക്ക് ചെയ്തത് ഫോർവേഡ് ഗാലിയിലായിരുന്നു, ബിസിനസ് ക്ലാസ്സിലായിരുന്നു വർക്ക് ചെയ്തത്. സോ അവിടുത്തെ മീൽസൊക്കെ ബാക്കി വന്നപ്പോൾ അവൾ നമുക്ക് കൊണ്ടുവരായിരുന്നു ചെയ്തത്. അങ്ങനെ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ബട്ടർ മിൽക്കൊക്കെ കുടിച്ച് നമ്മൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. കുറേ തമാശകളും അങ്ങനെ കുറേ ഗോസിപ്സും എല്ലാം പറഞ്ഞ് ചിരിച്ച് കുറേ ഫണ്ണായിട്ടുള്ളൊരു ഫ്ലൈറ്റായിരുന്നു. ഇതവൾ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു അവൾ വരുന്നത്. അങ്ങനെ ഞാൻ ക്യാപ്ചർ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഫ്ലൈറ്റ് ഫുഡടിയായിരുന്നു. എന്താ പറയുക, നല്ല അടിപൊളി ഫ്ലൈറ്റായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് സമയം പോകുന്നതേ അറിയില്ല, സ്ട്രെസ് ആവില്ല, എല്ലാം റിലാക്സായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരു നിമിഷം തോന്നിപ്പോവും എല്ലാ ദിവസവും ഇതുപോലെ ഒരു ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ മതിയായിരുന്നു എന്ന്. അത്രയും റിലീഫായിരിക്കും നമുക്ക്. ഒരുപാട് എൻജോയ് ചെയ്തൊരു ഫ്ലൈറ്റായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മെമ്മോറബിൾ ഫ്ലൈറ്റ് എന്ന് പറയാം.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് അതിലുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയായിരുന്നു. അതുവരെ പാസഞ്ചേഴ്സിന് ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് വെള്ളം വേണം, അത് വേണം, മറ്റേത് വേണം, എല്ലാം വേണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ആൻഡ് കമൻറ്റ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെ ടാറ്റാ, ബൈ.